ഹായ്. അപ്പോൾ ഇന്ന് നടന്ന KTU BTech S1 പൈത്തൺ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടായിരുന്നു എന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അത് കുറച്ച് സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു. പൈത്തൺ യൂഷ്വലി അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കഴിഞ്ഞ S1-നും സെയിം കൈൻഡിൽ തന്നെയാണ് വന്നത്. ഒരു ഡിഫിക്കൽട്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ. അപ്പോൾ കഴിഞ്ഞ S1 ഞങ്ങൾ ആക്ച്വലി പരാതിപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റിക്ക്. സെയിം നമ്മുടെ ഇവാലുവേഷൻ ലിബറൽ ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങളുടെ സീനിയേഴ്സിന് S1 എഴുതിയപ്പോൾ അവർക്ക് ലിബറൽ ആയിരുന്നു വാലുവേഷൻ. സോ മോസ്റ്റ്ലി കുറച്ചധികം ടഫായിട്ട് ജനറലി അഭിപ്രായപ്പെട്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ വാലുവേഷൻ എന്തായാലും അത്യാവശ്യം നല്ല ലിബറൽ ആയിരിക്കും. ഓക്കെ, സോ ഡോണ്ട് വെരി, നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയറിംഗ് സ്റ്റുഡൻറ് സ്റ്റാൻഡേർഡിലേക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രമേ സ്റ്റുഡൻസ് നിങ്ങൾ വളരുന്നുള്ളൂ, നിങ്ങളുടെ എബിലിറ്റി കൂടുന്നുള്ളൂ. കാരണം റിയൽ വേൾഡ് സിനേറിയോയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനെക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. നല്ല ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയാലും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. പൈത്തൺ എക്സാമിൻ്റെ നമ്മുടെ ലൈവ് സെഷൻ്റെ ചില കമൻസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. എക്സാമിൻ്റെ അന്ന് രാത്രി, ഓക്കെ, തലേദിവസം രാത്രി പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പം ഞാൻ ഇപ്പോൾ തുടങ്ങിയവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കമൻ്റ് കണ്ടിരുന്നു. പ്ലീസ് ദയവേത് അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഇത്രയും ഒരു സെമസ്റ്റർ ഉണ്ടായിരുന്നു. ഈ സെമസ്റ്ററിലെ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. സോ നെക്സ്റ്റ് സെമസ്റ്റർ മുതലെങ്കിലും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഫസ്റ്റ് മുതൽ തന്നെ പഠിക്കുക. ഓക്കെ, അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, സോ എക്സാംസ് കഴിഞ്ഞു, ഇനി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പം നമുക്ക് വരേണ്ടത് വെച്ച് കാണാം. ഓക്കെ, സോ ഇതൊരു പാഠമായിട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും വരാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന സെമസ്റ്ററിൽ അങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദി ക്വസ്റ്റ്യൻസ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ടഫർ. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നേടാനായിട്ട് പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആൻഡ് S2 ബിഗ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് S2 കാണാം. ബൈ.